ആരോഗ്യമാനന്ദം പത്തനംതിട്ട ഫെസ്റ്റ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി അല്പസമയം മുമ്പ് എത്തിയത്. കണ്ണൂരിൽ വെച്ച് KSU പ്രതിഷേധത്തിനിടെ കഴുത്തിന് പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ 4 ദിവസത്തിലേറെയായിട്ട് പത്തനംതിട്ട അങ്ങാടിക്കലുള്ള വീട്ടിൽ ചികിത്സയിലായിരുന്നു. 2-ാം തീയതി വരെ മന്ത്രിക്ക് പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി ഇപ്പോൾ ആദ്യമായിട്ട് വിശ്രമത്തിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് മന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി നേരത്തെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നപ്പോൾ ഈ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മന്ത്രി പ്രസംഗിച്ചത്. എന്തായാലും മന്ത്രി ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മന്ത്രിക്ക് ഇപ്പോൾ വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം മന്ത്രിക്ക് പെട്ടെന്ന് പുറകിലേക്ക് തിരിയാനോ അല്ലെങ്കിൽ സാധാരണ നിലയിൽ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യമന്ത്രി വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അവരുടെ കഴുത്തിന് വേദനയുണ്ട്. കഴുത്തിന് വേദന ഉള്ളതുകൊണ്ട് തന്നെയാണ് കഴുത്തിനകത്ത് പ്ലാസ്റ്ററും ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ KSU പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് കഴുത്തിന് പരിക്കേൽക്കുന്നു. അതിനുശേഷം അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നു. മന്ത്രിയെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതാണ്. അതിനിടയിൽ ആരോഗ്യമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവടക്കം രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം ആരോഗ്യമന്ത്രി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം പോയതാണ്. അതിനിടയിൽ കൂടിയാണ് മന്ത്രി ഇപ്പോൾ ഈ വിശ്രമമെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി വന്നിട്ടുള്ളത്. ഇന്നലെ ആരോഗ്യമാനന്ദം പത്തനംതിട്ട ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വീണ ജോർജ് വരുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ വരെ ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം അനുഭവിച്ചിരുന്നുകൊണ്ടാണ് മന്ത്രി ഇന്നലെ വരാതെ ഇന്നിപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത്. മന്ത്രി ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പരിപാടിക്ക് ശേഷം മന്ത്രി ഒരു പൊതു പ്രതികരണം നടത്തും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചില മാധ്യമങ്ങളോട് മന്ത്രി സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം ഒരുപക്ഷെ നടത്താനുമുള്ള സാധ്യതയുണ്ട്. കാരണം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിവിധ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നതാണ്. മന്ത്രിക്ക് നേരെ ഉണ്ടായ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നത്. ചികിത്സാക്കുഴി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയെ നേരിട്ട് ഒരു കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ചില സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. KSU അടക്കമുള്ള യുവ സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഭരണപക്ഷം ഉയർത്തുകയും ചെയ്തത്. എന്തായാലും അതിനിടയിൽ മന്ത്രിക്ക് കഴുത്തിന് പരിക്കേൽക്കുന്നു. മന്ത്രി വിശ്രമത്തിലേക്ക് പോകുന്നു. മന്ത്രിക്ക് പൂർണ്ണ വിശ്രമം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അതിന് പിന്നാലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ആരോഗ്യമന്ത്രി അവിടുന്ന് പുറപ്പെടുന്നു. പിന്നീട് വൈകിട്ട് രാത്രി 8 മണിവരെ മന്ത്രി എവിടെയായിരുന്നു എന്ന കാര്യത്തിനകത്ത് അവ്യക്തത നിലനിൽക്കുന്നു. മന്ത്രി ആയുർവേദ ചികിത്സയ്ക്ക് പോയോ അത് മറ്റെവിടെയെങ്കിലും പോയോ എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു.